ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരിഹാര പൂജകൾ എന്തെങ്കിലും നടത്തിയാല് ശാപം ഒഴിഞ്ഞു കിട്ടുമെങ്കിൽ അവരെ തമ്മിൽ തന്നെ ഒന്നിപ്പിച്ച പോരെ അമ്മേ? അത് വേണ്ട. അവന്റെ ആഗ്രഹം അതല്ലേ ഇപ്പൊ നമ്മുടെയും. അവളെ നമുക്കിഷ്ടമാണെന്നുള്ളത് സത്യമാ. പക്ഷേ ശാപം മറികടക്കാൻ ഇഷ്ടത്തിനാവില്ലല്ലോ. നവീന്റെ അമ്മയുടെ കാര്യം ഓർമ്മയില്ലേ നിനക്ക്? കളരിക്കൽ തറവാടിന് ശാപം ഉണ്ടായിരുന്നപ്പോ തന്നെയായിരുന്നു നിന്റെ അവളുടെയും വിവാഹം. കളരിക്കൽ തറവാട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികള് ദിവസങ്ങൾക്കകം മരണപ്പെടുമെന്ന് ആശങ്കയുണ്ടായിരുന്നപ്പോ ചെയ്യാവുന്ന പരിഹാര പൂജകളൊക്കെ ചെയ്തിട്ടാണ് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ശാപത്തിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ അനുവാദം തന്നത്. പക്ഷേ നവീനെ നമുക്ക് തന്നതിന് ശേഷം അവളെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? ആ ജീവൻ നമ്മുടെ മുന്നിൽ കിടന്നല്ലേ പിടഞ്ഞത്. അവൾ അവസാനമായി കൈനീട്ടിയത് നിന്റെ നേർക്കായിരുന്നല്ലോ. അതുപോലെ നിന്റെ സ്ഥാനത്ത് നവീനും അവളുടെ സ്ഥാനത്ത് ഗാഥയും നിൽക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മേ, ശാപം വെറും ഒരു കഥയല്ല, സത്യമാണ്. ശാപമോക്ഷം തരാനായി ഒരു പെൺകുട്ടിയുടെ വരവ് മാത്രമാണ് ആശ്രയമെങ്കില് അവള് വന്നേ പറ്റൂ. അവള് തന്നെയായിരിക്കണം നവീന്റെ കൂടെ ജീവിക്കേണ്ടത്. വേറെ എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. കൃഷ്ണേച്ചി ശരിക്കും വീണോ? പിന്നില്ലാതെ. വീണിട്ട് കൊറേ നേരം കൃഷ്ണേച്ചി അവിടെ തന്നെ തൂങ്ങിക്കിടന്നു. അയ്യോ, എന്നിട്ടോ? എന്നിട്ടെന്താ, കൃഷ്ണേച്ചി മോളിലേക്ക് ചെന്ന് ഒരൊറ്റ നിപ്പ. എല്ലാരുടെയും കണ്ണ് തള്ളിപ്പോയില്ലേ? കൃഷ്ണേച്ചി നിലത്തേക്ക് ചാടുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ, കൃഷ്ണേച്ചിക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ? കൃഷ്ണേച്ചി മരത്തിലൊക്കെ കേറി മറിയുന്നതല്ലേ? നീ എവിടെ വീണ കാര്യമായി പറയുന്നേ? പറ, ഓഫീസിലെ ജോലിക്ക് പോയ നീ എവിടെയാ വീണത്? അയ്യോ എന്റെ തങ്കം, ഇതൊക്കെ കേട്ട് പേടിക്കാൻ നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാല് വലിയൊരു ഓഫീസാ. അവിടെ ജോലിക്കാർക്ക് കളിക്കാനും രസിക്കാനും ഒക്കെ ഗെയിംസ് ഒക്കെ ഉണ്ടാവും. അതിന് കൃഷ്ണ പങ്കെടുത്ത കാര്യമായി പറയുന്നത്. ആണോ മോളെ? അതെ അമ്മേ. നമ്മൾ ഈ നാട്ടിൻപുറത്തെ പെൺകുട്ടികളുടെ കാര്യമൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അതിശയാ. അതിന് ഇവിടെ ഉള്ളവരെ മേലെ അനങ്ങിയിട്ട് വേണ്ടേ? കസേരയിലിരിക്കുക, കമ്പ്യൂട്ടർ നോക്കുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? കൃഷ്ണമോളുടെ ഓഫീസ് വലിയൊരു സംഭവമല്ലേ? അല്ല, അമ്മ ഉറങ്ങുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്താ എഴുന്നേറ്റേ? എന്തോ ഉറക്കം വന്നില്ല. എന്നാ വാ, ഞാനും കൂടെ വന്ന് കിടക്കാം. ഓല്ലേ കൃഷ്ണേച്ചി, എനിക്ക് ഇനിയും കേൾക്കണം. എന്നാ മോൾ ഇവിടെ ഇരുന്നു, ഞാൻ പോയി കിടന്നോളാം.